കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖവിൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖവിൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ പിതാവിന്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനത്തിലൂടെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളടിച്ച് നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖവിൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ടെലിവിഷനിലൂടെയും ഷാലോം ടെലിവിഷനിലൂടെയും ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിലൂടെ
വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ഈശോയെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എന്ന് പറയുന്നത് ഭൗതികമായ ഭാഷയിൽ പറഞ്ഞാൽ സീറോ ക്യാപിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. നമുക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിലും അത് ജോലി വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഭൗതികമായ ആസ്തികളുണ്ടാകണം. ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ ആസ്തികളിലെ, ചിലപ്പോൾ ദൈവത്തിൻ്റെ ആസ്തികളിൽ മാത്രം ആശ്രയിച്ചും ഉടമ്പടി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ആമുഖമായിട്ട് എന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കൗണ്ടർ പാർട്ട്, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ് നമ്മൾ ഉടമ്പടി ആശ്രയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ നമ്മൾ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് വേണ്ടത്. ട്രഡീഷണലായിട്ട് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് വിശ്വസ്തതയാണ്. ദൈവം ഓർക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പം നിസ്സാര കാര്യമല്ല വിശ്വസ്തത എന്ന് പറയുന്നത്. ഇപ്പം പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ പ്രവാചകന്മാർ ദൈവത്തോട് പറയാൻ തന്നെ, എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള അങ്ങയോടുള്ള വിശ്വസ്തത അങ്ങ് ഓർക്കണമേ. അത് വല്ലാത്ത പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റിൽ വിശ്വസ്തത, എൻ്റെ വിശ്വാസത്തെ ഓർക്കണമേ എന്നല്ല പ്രാർത്ഥിക്കണത്. ഈ എസക്കിയ രാജാവിനെയാണ്. എസക്കിയയുടെ രോഗശാന്തി നമ്മളുടെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. നിങ്ങൾ ഉടമ്പടിയുടെ പഴയ പുസ്തകം ആണ് കയ്യിലിരിക്കണമെങ്കിൽ അതിലുണ്ട്. ആദ്യം ഞാൻ ഉടമ്പടി പുസ്തകം എഴുതണ ഒരു കാലം 2016 കാലഘട്ടങ്ങളിലെ കർത്താവ് വളരെ ക്ലാസിക്കലായിട്ട് കുറച്ച് ഉദാഹരണം എനിക്ക് തന്നു. ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതെല്ലാം മനസ്സിൽ ഓർപ്പിച്ച് തന്നിട്ട് ഞാൻ അപ്പം തന്നെ എഴുതിയത്. അപ്പം അതിനകത്ത് ഒന്ന് ഹെസക്കിയയുടെ രോഗശാന്തിയാണ്. എന്തുകൊണ്ട് നീ ഉപ്പ് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് നീ തൈലം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉപ്പിനെക്കുറിച്ചും തൈലത്തെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല, എന്നോട് ഉപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തൈലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിൽ ആത്മാവ് ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലേക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? തൈലം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കണത് നമ്മൾ എന്തുകൊണ്ടാണ് തൈലം ഉപയോഗിക്കേണ്ടതെന്ന് ജനങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ, ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്. പകുതിയോളം ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വരുന്ന മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്നൊക്കെ എൻ്റെ മനസ്സിലെ ഒരു ആന്തരികമായ നിശബ്ദമായ ആശങ്കകളിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കർത്താവ് എനിക്കൊരു ബിംബങ്ങൾ കാണിച്ചു തരുമായിരുന്നു. അതിലൊന്നാണ് എസക്കിയ കാണിച്ചു. എസക്കിയ രാജാവാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം വന്ന് അദ്ദേഹം കിടപ്പിലാകുമ്പോൾ ആമോസിൻ്റെ മകൻ ഏഷ്യ ദീർഘദർശി വന്നിട്ട് എസക്കിയ രാജാവിനോട് പറയും, നിൻ്റെ സമയം തീരാറായി,
അതുകൊണ്ട് നീ ബാലൻസ് ഷീറ്റൊക്കെ പരിശോധിച്ചിട്ട് കുടുംബകാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറയും. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാനും ഒക്കെ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഹെസക്കിയ സങ്കടപ്പെട്ട് ഭിത്തിയിലേക്ക് തിരിഞ്ഞിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കും. കരീന് ദിവസങ്ങൾ എണ്ണിയിരിക്കുകയല്ലേ. അപ്പോൾ തൻ്റെ കാര്യസ്ഥതയും കണക്കും ഒക്കെ ഓഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകന് അരുളപ്പാടുണ്ടാകുന്നതാണ്. അപ്പോൾ അദ്ദേഹം കണ്ണീർ വാർത്ത് ഭിത്തിയിലേക്ക് നോക്കി, കർത്താവേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാര്യം ടൈം കഴിഞ്ഞല്ലോ. അപ്പം അതുവേണ്ടി എന്ത് പറഞ്ഞിട്ടാണ് കർത്താവിൻ്റെ മനസ്സൊന്ന് ഇളകി. പുള്ളിക്കൊരു 10 കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അതിന് എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും? അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. 10 കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ അതിന് എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം? പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിലൊന്ന് ആദ്യത്തത് ഹെസക്കിയ പ്രാർത്ഥിക്കുന്നത് 38:2 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. 38:2 ഹെസക്കിയ ചുമരിന്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. ഇത് അതായത് നമ്മളെക്കുറിച്ച്, ഇതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് അത്യാഹിത കഥ. ഇപ്പോൾ അദ്ദേഹത്തിന് ആയുസിൻ്റെ പ്രശ്നമാണ്, നമുക്ക് ജോലിയുടെ പ്രശ്നമാകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നമാകാം, ചിലപ്പോൾ വിവാഹത്തിൻ്റെ പ്രശ്നമാകാം, ഇപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളാകാം. പക്ഷെ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ആസ്തികളെ ഡ്രോ ചെയ്യുന്നതിന് ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ഒരു രൂപമാണിത്. എന്താണ് പറയണത്? 38:2 ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഞാൻ വിശ്വസ്തയോടും. ഒന്നാമത്തെ കാര്യം എന്താ? വിശ്വസ്തത. രണ്ടാമത്തെ കാര്യം വിശ്വസ്തയോടും അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ. ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള നമ്മൾക്ക് ക്രമീകരിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് വിശ്വസ്തത, രണ്ടാമത്തത് ഹൃദയത്തിൻ്റെ പൂർണ്ണത. നമ്മളൊരു ഹാഫ് മൈൻഡായിട്ട് ചില ആൾക്കാർ ചെയ്യും. അത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ദൈവത്തിന് ഹാഫ് മൈൻഡായിട്ട് ചെയ്യണത് കായൻ്റെ ബലി പോലെ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ മാതപ്പിന് പിടിച്ച പോലെ 2 പത്രം ആർക്ക് കൊടുക്കാനാണ്, എപ്പോൾ കൊടുക്കും, ഏത് ആശുപത്രി പോകാനാണ്, അവർ വല്ലതും പറയുക, ഇങ്ങനെയൊക്കെ പിച്ചുമ്പയും പറഞ്ഞ് പ്രാന്തികളെപ്പോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ലേ? ഹാഫ് മൈൻഡാണത്. അത് കായൻ്റെ ബലി പോലെ റിജക്റ്റഡ് ആവും. കാര്യം നിങ്ങളുടെ ഈ കാട്ടിക്കൂടൽ കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദൈവം നോക്കണത് നിങ്ങൾ ഫിഡേലാണോ എന്ന് നോക്കും. ഈ ചെയ്യുന്ന ആളിനെ എന്ത് ചെയ്തു എന്നല്ല. നമ്മളെപ്പോഴും അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിഷയമുണ്ട്. എന്താണ്? എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി എന്ത് സ്പിരിറ്റ് കൊണ്ട് ചെയ്തു എന്നാണ്. അത് എപ്പോഴും ദൈവത്തിൻ്റെ തിരുസേനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം. അത് ചെയ്തപ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. കർത്താവും വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ്. അങ്ങനെ ചെയ്തപ്പോൾ എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത്? അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. എന്തരൂപിയാണ് നിങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക, എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ദൈവത്തോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ചെയ്യാൻ പറ്റും. വല്ലപാടും ചെയ്ത് ഒപ്പിച്ചിട്ട് വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്താൻ വേണ്ടി ചെയ്യാം. എന്ത് മണ്ണാങ്കട്ടയാലും ശരി മാങ്ങാത്തൊലിയാലും ചെയ്ത് തുരച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 5 കെട്ട് പത്രത്തിന് 50 കെട്ട് പത്രവും മേടിച്ച് കൊണ്ടേ ഒപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾ 50 കെട്ട് പത്രമായിരിക്കും മേടിച്ച് കൊടുക്കണത്. എന്താ ഉദ്ദേശിക്കണത്? ദൈവത്തിന് എന്നാ പ്രസാദമാണോ ഉണ്ടാകാൻ പോണത്, എന്തെങ്കിലും ചെയ്തായാലും ശരി നമ്മുടെ കാര്യം വസ്തു വിറ്റ് കിട്ടിയാൽ മതി എന്ന്. അതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അവിടെ പ്രോബ്ലം ഇതാണ്. ചിലപ്പോൾ ഒരു ദിവസം
ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത്, ഒരു ഗർഭിണി ചേച്ചി 10 കിലോമീറ്റർ സഞ്ചരിച്ചു കൊണ്ടൊരു പത്രം കൊടുക്കാൻ പോയി ഒരു വീട്ടിൽ. അവർക്കിത് ആവശ്യമാണ്, അവർ ദൈവത്തിലേക്ക് വരണം. അതെന്ത് രൂപയാണത്? ഗർഭിണിക്ക് നടക്കാൻ തന്നെ പാടാ. ഗർഭിണി ചേച്ചി ഒരു പത്രം കൊടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ സഞ്ചരിച്ച് പോയിരിക്കുകയാണ്. എന്താണ്? ആ വീട്ടിൽ കൊടുക്കണം. എന്താണ്? അവർ കർത്താവിനെ അറിയണം. അതെന്താ രൂപയാണ്? ദൈവസ്നേഹമാണ്. അതാ പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾ 10 കെട്ട് പത്രം കൊടുക്കുമായിരിക്കും, പക്ഷെ ഇത് എങ്ങനെയെങ്കിലും കൊടുത്ത് ചെന്ന് എണ്ണം തികച്ചിട്ട് അതുവഴി നമ്മുടെ വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തുക, പരീക്ഷ ജയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് ആരെ? നിങ്ങളെ തന്നെയാണ്, ദൈവത്തെ അല്ല. ദൈവത്തിന് അതറിയാം, അഭ്യാസം അറിയാം. നിങ്ങളെ തന്നെയാണ്. നിങ്ങളെങ്ങനെ കരകയറാൻ വേണ്ടി, കാര്യം കാണാൻ വേണ്ടി കാലം പിടിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാലെ പിടിച്ചേക്കാണ്. അത് ദൈവസ്നേഹമല്ല ശരിക്കും പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തോടുള്ള സ്നേഹമാണ്. അപ്പം ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പം ദൈവത്തിന് പ്രീതികരമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രീതികരമായിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കണത്? അത് വിൽ ഓഫ് ഗോഡ് ആണെന്ന് നോക്കണം. അതാണ് ദൈവത്തിന് പ്രീതി എന്ന് പറയണത്. ദൈവത്തിൻ്റെ ഇപ്പം നമ്മളിത് മുഴുവൻ പോണത് നിങ്ങളുടെ പ്രീതികരമായ വിഷയങ്ങളായിട്ടാണ് ഇത് വരണത് 14. അപ്പം ദൈവത്തിന് അറിയാം ഇത് നിങ്ങളുടെ വിഷയം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉടമ്പടിയിൽ ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളൊരു ഫിലിം ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ എന്നോടൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. അയാൾ കുറേ നേരം ഇതിൻ്റെ അകത്ത് ഉടമ്പടി എടുക്കുന്നവരെ കണ്ടു നിൽക്കുകയാണ് അയാൾ. എന്നിട്ട് അയാളുടെ കൂടെ ഒരു അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ എന്നെ കയറി കണ്ടേച്ചും അച്ഛൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ഡയറക്ടർ വന്നിട്ടുണ്ട്, അച്ഛനെ ഒരു മിനിറ്റ് സംസാരിക്കാവോ, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഈ ഉടമ്പടി എടുക്കുന്ന കക്ഷികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ എടുത്ത വായിക്കും പറഞ്ഞ് 15% എന്ന് പറഞ്ഞു. അതെ എൻ്റെ മനസ്സിൽ ഈശോ തന്നിരിക്കുന്ന 15%. അയാൾ ചോദിച്ചത് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഇപ്പം സിനിമാ നടന്മാരും അതുപോലെ തന്നെ പൈലറ്റുമാരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോഴേ സാധാരണ മനുഷ്യർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്, ഉടമ്പടി എടുത്ത വ്യക്തികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ, അവരുടെ പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു. പിന്നീടുള്ളവരുടെ ജീവിതം എങ്ങനെയാണ്, അതാണ് ചോദ്യം. അച്ഛനല്ല ചോദിച്ചത്, അൽമേനിയാണ് വിശ്വാസിയാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഞാൻ ചിന്തിച്ചല്ല മറുപടി പറഞ്ഞു, എടുത്ത കാര്യം എനിക്ക് റെഡിമെയ്ഡ് ആൻസർ അതിനതുണ്ട്. ഞാൻ പറഞ്ഞ 15% ഉടമ്പടി ജീവിക്കുന്നുണ്ട്, ബാക്കി 80% പോക്കാണെന്ന് പറഞ്ഞു. 85% സംബന്ധിച്ചിടത്തോളം അപ്പോഴുള്ള ഉടമ്പടിയും അപ്പോഴുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒരു കാര്യം കാണലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പഴയ അവരുടെ ജീവിതത്തിലേക്ക് പോകും തിരിച്ച്. ഇത് ദൈവത്തിന് അറിയാം, അറിയാതെ. അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണീരും കരച്ചിലും കണ്ടുമ്പോൾ ജീവിച്ച് പോട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അത് ചെയ്തു തരണമെന്നേ ഉള്ളൂ. പക്ഷെ നാളെ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഭൂതകാലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഭൂതകാലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അതാണ് ആസ്തി എന്ന് പറയണത്. ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലം. കഴിഞ്ഞുപോയ കാലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ഈടിറ്റതായിരിക്കണം. ഇപ്പോൾ എസക്കിയ എന്താ പ്രാർത്ഥിക്കണത്? എൻ്റെ കഴിഞ്ഞുപോയ കാലം അത് വിശ്വസ്തതയുടെ കാലമായിരുന്നു. എൻ്റെ കഴിഞ്ഞുപോയ കാലം അത് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിച്ച കാലമായിരുന്നു. അത് നീ ഇപ്പോൾ ഓർക്കണം, വർത്തമാനകാലത്ത് ഓർക്കണം. ദൈവം വർത്തമാനകാലത്ത് ഓർക്കേണ്ടത് ഭൂതകാലത്തെ വിശ്വസ്തതയാണ്. എൻ്റെ ദൈവവേദന ഭൂതകാലത്തെ വിശ്വസ്തത, ഭൂതകാലത്തെ കഴിഞ്ഞുപോയ കാലത്തെ ദൈവസ്നേഹം, പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് നിനക്ക് അതിൻ്റെ ഒരു ആസ്തി ഉണ്ടെങ്കിലേ ദൈവം അറ്റകൈ ചെയ്യാൻ തയ്യാറാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവരാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം. പോകരുതേ
വളരാത്ത താഴ്വാരമേ, കനിവിന്റെ കൂദാശേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ. നമ്മുടെ ഇല്ലായ്മകൾ പറയാനാണ് പരിശുദ്ധ അമ്മ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ല ഉണ്ടെന്ന് പറയാനില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടെന്ന് പറയണത് നെഗറ്റീവ് ഇഫക്റ്റും ഇല്ലെന്ന് പറയണത് പോസിറ്റീവ് ഇഫക്റ്റുമാണ്. ഞങ്ങൾക്ക് എബ്രാഹത്തിൻ്റെ ഞങ്ങൾക്ക് പിതാവ് എബ്രാഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ റിജക്റ്റായപ്പെടുകയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തമായ സാധ്യതകളോടുകൂടി സർവ്വജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഈ അവസാന കാലങ്ങൾ ദൈവൻ ഉടമ്പടിയിലേക്ക് നമ്മളെ കോർത്ത് ഇണക്കുകയും ഐക്യപ്പെടുത്തി നിർത്തുകയും സംരക്ഷണത്തിൻ്റെ വരയും തീർക്കുകയും ചെയ്യുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്ന ചിലപ്പോൾ ആന്തരികമായ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് കാണത്തില്ല. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, പക്ഷേ 10,000 തരം അലർജികളുണ്ട്. ഇന്ന് വരെ നിൻ്റെ ശരീരത്തിൽ അലർജിയുടെ എന്ത് കണികയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ ശരീരത്തിന് പുറത്തും അകത്തും ഉണ്ടാകുന്ന അലർജി ഇതുവരെ അടയാളപ്പെടുത്താത്തതാണ് എങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ഓൺലൈനിലുള്ളവർ ഇവിടെ ഉള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കാണിക്കും. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാത്തരം അലർജികൾ, അജ്ഞാതമായ അലർജി രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എല്ലാ അലർജി രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് സൗഖ്യം നൽകണമേ, സമ്പത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ പൈസ കുടുങ്ങിപ്പോയി, പലരുടെ കയ്യിലായിപ്പോയി. ഇനി ജോലി കിട്ടിയാലും അതിന് മുടക്കാനും പോകാനും ഒന്നും കാശില്ല, ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുന്നു. ഇനി ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോലും അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അഭിഷേകത്തിനായി ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. ശ്രുതികട്ടെ. ജീവിതത്തിന് വഴി കാണാതെ അലയുന്ന മക്കൾക്ക് പുതിയ വഴികൾ, ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ ഈ ആരാധനയിലും തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. മക്കളെ മുട്ടി നിൽക്കുക. അച്ഛൻ വിട്ടുപോയ നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് അമ്മയുടെ മധ്യത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക.
മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ